കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രതികളായിട്ടുള്ള കേസുകൾ എത്രയാണെന്നുള്ളത് ഒന്ന് പരിശോധിച്ചാൽ മതി. ഞങ്ങളുടെ കണക്കെടുക്കുന്നതിന് മുൻപ് എത്ര കേസുകളിൽ പെട്ടിട്ടുണ്ട്, എത്ര മർഡർ കേസുകളിൽ പ്രതികളായിട്ടുണ്ട്, എത്ര കൂട്ടക്കൊലകൾ നടത്തിയിട്ടുണ്ട്. സിഖ് കൂട്ടക്കൊല അടക്കം ഇങ്ങോട്ടേക്ക് താഴേക്കൊന്ന് നോക്കിയാൽ മതി, എവിടെയൊക്കെ എന്തൊക്കെ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് അപ്പോസ്തലൻ ചമയ ഞങ്ങള് വലിയ പരിശുദ്ധവാദികളാണ്, ഞങ്ങൾ സമാധാനത്തിന്റെ വക്താക്കളാണ്. ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തിയിരുന്ന ഒരു കാലഘട്ടം, അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന കാലഘട്ടം, ക്യാമ്പസുകളിൽ നിരന്തരമായ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന കേസിന്റെ നേതൃത്വം, ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഏതൊക്കെയെന്ന് എണ്ണി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എണ്ണം കൂടും. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് സ്വയം ആ 4 പേരിലൊന്നും നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചാൽ മതി, ഒരു വിരൽ ഇങ്ങോട്ട് ചൂണ്ടുന്നതിന് മുൻപ്. ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM, കണ്ണൂർ ജില്ലയിൽ നടത്തുന്ന അക്രമത്തെ സംബന്ധിച്ച് RSS കാരണമാണ് അവർ അക്രമം നടത്തുന്നത്, BJP കാരണമാണ് അവർ അക്രമം നടത്തുന്നത്, ഇതൊക്കെ സാധാരണക്കാരോട് പറയാൻ കൊള്ളാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ അവിടുത്തെ ആളുകൾ ഇതെല്ലാം കണ്ടും കേട്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ല. അവരോട് പറയുകയാണ് RSSും BJPയും കാരണമാണ് ഞങ്ങൾ അക്രമം തുടങ്ങിയത്. ഞങ്ങൾക്ക് ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന സംഘപ്രവർത്തകരടക്കം നിരവധി ആളുകൾ തുടക്കം മുതൽ 70കളുടെ തുടക്കം മുതൽ നിരന്തരമായി നടന്നിട്ടുള്ള അക്രമങ്ങൾ, കൊലപാതകങ്ങൾ. ഞാൻ ഏതാണ്ട് 12-14 വർഷങ്ങൾക്ക് മുൻപ് ഈ കണ്ണൂർ ജില്ലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല വീടുകളിലും ഇരിക്കുന്ന ആളുകളെ കണ്ടാൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൃദയം പൊട്ടിക്കൊണ്ട് മാത്രമേ അവരെ കാണാൻ വേണ്ടി കഴിയും. ഇത്ര നിഷ്ഠൂരമായിട്ടാണ് അക്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. ജയകൃഷ്ണ മാഷ് അടക്കം, പന്നിനൂർ ചന്ദ്രേട്ടൻ അടക്കം, അശ്വനി കുമാർ അടക്കം, എണ്ണിയാൽ തീരാത്തത്ര അഡ്വക്കേറ്റ് വത്സരാജക്കുറുപ്പ് അടക്കം എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി പ്രവർത്തകർ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളത് CPM-കാർക്ക് അറിയാത്ത കാര്യങ്ങളല്ല. എന്നാലും അവർ പറയുകയാണ്, ശ്രീ ജയരാജനെ പോലുള്ള ആളുകൾ അവർ ഫേസ്ബുക്കിൽ എന്തും എഴുതാമല്ലോ, അതുകൊണ്ട് എഴുതി പിടിപ്പിക്കാൻ RSSും BJPയും കാരണമാണ് ഞങ്ങൾ ഈ തരത്തിൽ ബോംബ് നിർമ്മാണം തുടങ്ങിയത്. നിങ്ങളുടെ ബോംബ് നിർമ്മാണത്തിന്റെ കഥകളും CPM-കാരുടെ അക്രമത്തിന്റെ കഥകളും ഞങ്ങൾക്കെതിരെ മാത്രമല്ലല്ലോ, കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമെതിരായി. അതിന് കോൺഗ്രസോ മുസ്ലിം ലീഗോ CPI-യോ ഒന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമെതിരായി വാളോങ്ങുകയും അക്രമം സൃഷ്ടിക്കുകയും ബോംബെറിയുകയും ഓഫീസുകൾ തകർക്കുകയും തങ്ങൾക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയാൽ, തങ്ങളുടെ തിട്ടൂരത്തിനെതിരായി ഏതെങ്കിലും ഒരാൾ മിണ്ടിയാൽ, അനങ്ങിയാൽ അവർക്കെതിരെ എല്ലാം ഊരുവിലക്ക് കൽപ്പിക്കുന്ന രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആരാണ്? കണ്ണൂർ ജില്ലയിൽ ഊരുവിലക്കുണ്ട്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും അടുത്ത കാലഘട്ടങ്ങളിൽ എത്രയോ ദശാബ്ദങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഊരുവിലക്ക് എന്നൊക്കെ പറയുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ്, 1 നൂറ്റാണ്ടിനധികം ആയിട്ടുണ്ടാവും കേരളത്തിൽ ഒരു ഊരുവിലക്ക് എന്നുള്ള സംവിധാനം. പക്ഷെ രാഷ്ട്രീയപരമായി ഊരുവിലക്കുക, ആളുകളെ തള്ളിപ്പറയുക, ആളുകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അത് അക്രമമൊന്നുമല്ലല്ലോ, അതിന് തീവ്രവാദവും ഇല്ലല്ലോ. പി കൃഷ്ണദാസിനെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് നിങ്ങൾ ബോംബുണ്ടാക്കുന്നതും നിങ്ങൾ ആളെ കൊല്ലുന്നതും ഈ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ ചെറുത്തുനിൽപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്യില്ല, അങ്ങനെയാണോ? എന്താ അതിന് സംശയം അജിംസേ? അതിനെന്തെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾ മാത്രമല്ല, അതുകൊണ്ടല്ലേ ഞാൻ സൂചിപ്പിച്ചത്, മുസ്ലിം ലീഗുകാർക്കും കേരള കോൺഗ്രസ്സുകാർക്കും CPI-കാർക്കും അടക്കമുള്ള ആളുകൾക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി ഞങ്ങളെ CPM-നും കൂടി കൂട്ടിക്കെട്ടി ഒരു വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ ഞങ്ങൾക്കെതിരെയും CPM-നെതിരെയും CPI-ക്കെതിരെ അവർ നടത്തുന്ന അക്രമങ്ങളും ഇതെല്ലാം ഒരുമിച്ച് അവസാനിക്കണമെങ്കിൽ CPM ആദ്യം അവസാനിപ്പിക്കണം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന അക്രമങ്ങളുടെ പ്രധാന പ്രതി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും CPM-ഉമാണ്. അവർ തുടക്കമിടുക മാത്രമല്ല, അവർ നിരന്തരമായി കൊണ്ടു നടക്കുന്ന പ്രവർത്തനങ്ങളിലും കൂടി ഭാഗമായിട്ടാണ് ഈ തരത്തിൽ ആ ജില്ലകളിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നത്. അത് അവർ അവസാനിപ്പിച്ചാൽ ബാക്കി ആർക്കും ഒരു മില്ലിമീറ്റർ പോലും മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവില്ല. ബാക്കി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ചെറുത്തുനിൽപ്പ് മാത്രമാണ്.